ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യാത്രയിലാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളെ കേരളത്തിനപ്പുറമാണ് കോയമ്പത്തൂരുള്ള ആദിയോഗി ക്ഷേത്രം. ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ശിവൻ്റെ പ്രതിരൂപം അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹസ്ബൻഡ് ഇടയ്ക്കൊക്കെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ അവർ വർക്കിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ പോകുമ്പോൾ ഒക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ സാധനങ്ങളൊക്കെ എടുക്കുക, ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ കോയമ്പത്തൂർ വില കുറവായതുകൊണ്ട് തന്നെ അവിടെ പോയി എടുക്കാറുണ്ട്. അപ്പോൾ ഒരു കണ്ടതിന് ശേഷം എന്നോട് എപ്പോഴും പറയും നിങ്ങളെയും കൊണ്ടേ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴാണ് സമയത്ത് ഓരോ പ്രാവശ്യം പോകാൻ നിൽക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ മുടക്കായിട്ട് ഇങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. പാലക്കാടൊക്കെ എത്തുന്നതിന് മുന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊരു റെസ്റ്റോറൻറ്റ് കയറിയതായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തുതരാം ശരിക്കും നിൽക്കുന്നൊക്കെ പറഞ്ഞ് അവനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവ അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നു. നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി കേട്ടോ. ചെറിയൊരു ഹോട്ടലായിരുന്നു, റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്രയായി. ആദിയോഗി പിന്നെ ക്ഷേത്രത്തിന് അകത്തേക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, കാരണം അതിൻ്റെ അപ്പുറത്തായിട്ട് പിന്നെ ഇഷ ഫൗണ്ടേഷൻ്റെ അപ്പുറത്തായിട്ട് തന്നെ നമുക്ക് യോഗ സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ 2 കുളങ്ങളും ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് 6:30 വരെയേ ഉള്ളൂ അവിടെ യോഗയും കാര്യങ്ങളും. ഒരു 30 മിനിറ്റിൻ്റെ യോഗ ക്ലാസ്സൊക്കെ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ 6 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് കാര്യമില്ല, ഈ ഒരു ശിവൻ്റെ ഈ ഒരു പ്രതിരൂപം കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. പിന്നീട് ഒരിക്കൽ ആ ഒരു യോഗ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് അതിനെക്കുറിച്ചിട്ടൊക്കെ അറിയണം എന്നൊക്കെ ഉണ്ട്. ഞാൻ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഉള്ള അറിവും യൂട്യൂബിൽ നോക്കിയിട്ടുള്ള അറിവൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലോട്ട് കടന്നിട്ടുണ്ട്. ആ ഇഷ ഫൗണ്ടേഷൻ സെൻറ്ററിൻ്റെ ഇതിൻ്റെ പുറത്തായിട്ടാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാർക്കിംഗ് ഏരിയയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ തന്നെ ഒരു വൈബാണ്. ഞങ്ങളുടെ കാറിൽ ഹസ്ബൻഡ് മുന്നേ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാണിത്. ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെപ്പോഴും വരുമായിരുന്നു എന്നാൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അങ്ങനെ ഞാൻ ഇത് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് അതിങ്ങനെ കാറിൽ നിന്ന് കാണിച്ചതിന് ശേഷം ഈ ഒരു യഥാർത്ഥ പ്രതിരൂപം കാണിക്കുക എന്നുള്ളതിൽ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടു. ഉണ്ടല്ലോ, നല്ല കാറ്റായിരുന്നു കേട്ടോ. നടക്കുമ്പോൾ ഭയങ്കര കാറ്റാണ്, നല്ലൊരു അന്തരീക്ഷം. ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഒരു എന്താ പറയുക, മനസ്സിനൊരു വല്ലാത്തൊരു റിലീഫും ഒരു പ്രത്യേക വൈബ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഒരു തണുപ്പും കാറ്റും ഒരു സന്തോഷം, ഒരു പ്രത്യേക ഒരു ഫീൽ കേട്ടോ. നമ്മളുടെ ആ കാര്യങ്ങളൊക്കെ മറന്ന് വേറെ ഏതോ ഒരു ലോകത്തായിപ്പോയി. മക്കളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ ഒരു പ്രതിരൂപത്തിൻ്റെ ശിവൻ്റെ ഈ ഒരു പ്രതിരൂപത്തിൻ്റെ അടുത്ത് തന്നെ, ശിവരൂപത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഹോട്ടലല്ല, അവിടെ നിന്ന് നടത്തുന്ന ആളുകളുണ്ട്. ഫുഡ് ഈ ഒരു വൈകുന്നേര പലഹാരങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ചോറുള്ള സമയത്ത് ചോറുണ്ടാവുമായിരിക്കുന്നത്, അതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ബജിയാണ് മേടിച്ചത്. എന്താണെന്നറിയില്ല, ബജിക്ക് നാട്ടിലെ ബജിനേക്കാളും അടിപൊളി ടേസ്റ്റ്. ചായ ആണെങ്കിലും അടിപൊളി, ആ ചട്നി അതിലും ടേസ്റ്റ്. ഇതൊന്നും വിശപ്പുകൊണ്ടാണോ തോന്നിയതെന്ന് അറിയില്ല. ഉച്ചയ്ക്ക് ചോറുണ്ടതിന് ശേഷം പിന്നെ ഇതാണ് ഞങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ ഞാനും കഴിച്ചു നോക്കി. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ബജിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് എത്തി ചുറ്റുപുറം ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഫോട്ടോയിലും വീഡിയോയിലും ഞങ്ങളുടെ കാറിലുള്ള ആ ഒരു ശില്പമൊക്കെ കണ്ട ഞാൻ നേരിട്ട് ഈ ഒരു വലിയ ശില്പം കണ്ടു. ശിവശില്പം 112 അടി ഉയരവും 34 മീറ്റർ, അതായത് 34 മീറ്റർ ഉയരം, 82 അടി വീതി, 25 മീറ്റർ കണക്ക് പറയുകയാണെങ്കിൽ അത്രയും വലിയൊരു ഈ ഒരു ശില്പം സ്റ്റീൽ വെച്ചിട്ടാണ് ഉരുക്ക് രൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് രുദ്രാക്ഷങ്ങൾ ഒരുമിച്ചിട്ടുള്ള ഒരു വലിയ രുദ്രാക്ഷമാലയും കഴുത്തിലുണ്ട്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരു നിമിഷം നോക്കി നിന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തത്. അത്രയും ഹാപ്പിയാണ്. അപ്പോൾ ഈ ശിവനാമത്തോടെയുള്ള ഈ ഒരു ശിവപ്രതിമ ഏറ്റവും വലിയ പ്രതിമ ശില്പമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് ആ യോഗ സെൻറ്റർ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ക്ഷേത്രമൊക്കെ ഉള്ളത്. കുളത്തിലൊക്കെ നമുക്ക് കുളിക്കാം. അപ്പോൾ കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഷോളും പോലത്തെ എന്തോ ഡ്രസ്സൊക്കെ തരും. അവിടെ 30 മിനിറ്റിൻ്റെ യോഗയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സൊക്കെ ഉണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരിക്കൽ പോകണം. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇപ്പോൾ ഒരു 6:30 6:45 സമയമാണ് കേട്ടോ. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. 7 മണിക്കാണ് ഈ ലാസർ ഷോ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട് 8:30 വരെ ഇവിടെ ഉള്ളൂ ആ ലാസർ ഷോ. ഞങ്ങൾ 7 മണി ടു 7:30 അത് കണ്ടിട്ട് ഇവിടുന്ന് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. മോള് വട്ടം തിരിയാണ്. അവിടെ എന്തൊക്കെ ഡാൻസോ പാട്ടോ എന്തൊക്കെ ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണം എന്നെ കളിയാക്കിയിട്ട് മോള് ഇങ്ങനെ വ്ളോഗൊക്കെ പറയും കേട്ടോ. ഒരു രസമാണ്. ഇതിപ്പോൾ ഈ എടുത്ത തന്നെ വീഡിയോസൊക്കെ തന്നെയാണ് ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ സെൽഫി ആയിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക. എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും ആരുമില്ല. ഹസ്ബൻഡിന് ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഞാൻ എടുക്കുമ്പോൾ ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എടുക്കുന്നതിനോട് എതിർപ്പ് പറയാറുമില്ല കേട്ടോ. ഇതൊക്കെ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറേ കാലം കഴിഞ്ഞാൽ നമുക്കെന്നെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ, ഒരു മെമ്മറി ആണല്ലോ. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നിങ്ങൾ വരാത്തവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് കാണണം കേട്ടോ. ഒരു പ്രത്യേക ഭംഗി വൈബും ആ ഒരു ശിവരൂപം ഇത്രയും വലുതാക്കി ഒരു 112 അടി എന്ന് പറയുമ്പോൾ ഒരു 34 മീറ്റർ വേറെ വലിപ്പമുള്ള ഒരു കണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു സന്തോഷം വരുവാണ്. ലാസർ ഷോ പറയാതിരിക്കാൻ വയ്യ, അത്രയും ഭംഗിയുണ്ട്. ഞാനിതിൽ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം ഇടുന്നുണ്ട്. എന്തായാലും പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് കാണും. നമ്മൾ മലപ്പുറത്തുനിന്ന് ഒരു 4 മണിക്കൂർ 4 ബ്ലോക്കിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് വരാം. ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 12 മണിക്ക് വന്നിട്ട് പിറ്റേ ദിവസം പുലർച്ചെ 2:30ക്കാണ് വീട്ടിലെത്തിയത്. ബ്ലോക്കും കാര്യങ്ങളും പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്ര സമയമായിട്ടുള്ളത് കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹസ്ബൻഡ് 1 മണിക്കൂർ ഒന്ന് കാറ് ഡ്രൈവ് ചെയ്യുന്നവർ മാത്രമാണല്ലോ ഒന്ന് നിർത്തിയിട്ട് ഉറങ്ങുകയും ചെയ്ത്. അതുകൊണ്ടാണ് ഇത്ര ടൈമായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 to 12 ഞങ്ങൾ രാത്രി ഒരു 12 മണിക്കുള്ളിൽ തന്നെ എത്തുമായിരുന്നു. 2 മണിക്കൂർ ഞങ്ങൾ പർച്ചേസിങ്ങും കാര്യങ്ങളും പിന്നെ ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ കൂടി ആയിട്ടാണ് ടൈം ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ഏകദേശം തുടങ്ങാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സന്ധ്യാനന്ദനം പോലെ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ എന്താ പറയുക ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു പാട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊബൈലിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാം. പക്ഷേ ഈ ഒരു ലാസർ ഷോ തുടങ്ങുമ്പോൾ നമ്മൾ മൊബൈലിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും ഫ്ലാഷ് അടിക്കാൻ പാടില്ല. കാരണം എല്ലാ ലൈറ്റും നിർത്തിയതിന് ശേഷമാണല്ലോ ഇത് കാണിക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual feeling in union with the cosmos, they call him a yogi, as he was the first one, the Adi Yogi.
silence lasted for years on end. Curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. അപ്പോൾ ഒരു 7 മണിക്ക് തുടങ്ങിയിട്ടുള്ള ഒരു ലാസർ ഷോ ഏകദേശം ഒരു 7:21 വരെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 20 മിനിറ്റിനുള്ളിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോന്നു കേട്ടോ. ഇനി ഇതുപോലെ തന്നെയാണ് 7:30 ടു ഇനി അടുത്ത ടൈമിലുണ്ടായിരിക്കും. അങ്ങനെ 8:30 വരെ ഉണ്ടെന്നാണ് തോന്നുന്നത്. 2-3 പ്രോഗ്രാമായിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. നന്നായിട്ട് ഇരുട്ടായിട്ടുണ്ട്. 7:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നിട്ടുണ്ട് കേട്ടോ. 8 മണിയൊക്കെ ആവാനായപ്പോഴേക്കും ഞങ്ങൾ അവിടുന്ന് സ്ഥലം കലക്കി. അങ്ങനെ ഇനി നമുക്ക് ഫുഡ് കഴിക്കാനുണ്ട്. കുറേ കൂടെ യാത്ര, ഒരു 30 കിലോമീറ്ററൊക്കെ ഉള്ളോട്ട് പോകുന്നതിന് ശേഷമാണ് നമ്മൾ ഏകദേശം പാലക്കാട് എത്തിയിട്ടില്ല. കോയമ്പത്തൂരിന് മുന്നേ തന്നെ, കോയമ്പത്തൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോയമ്പത്തൂരിൽ ഞങ്ങൾ എന്താ പറയുക, പർച്ചേസിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾക്ക് ഓരോ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ക്രാഫ്റ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല നല്ല ടോയ്സുകളും നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ. മോന് പോക്കിമോക്കാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെറൂട്ടോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഞങ്ങൾ ഒരു നെറൂട്ടോൻ്റെ അതേപോലെ സ്റ്റാറ്റ്യൂ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാറിലൊക്കെ വയ്ക്കാൻ പറ്റിയത് അത് മോന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കട്ടർ ഉണ്ടല്ലോ, അങ്ങനെ നാനാ ഷേപ്പ് വരുന്ന അങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചു. മോൾക്ക് വേണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചായിരുന്നു. അവളൊരു ഡോള് വാങ്ങിച്ചു. പിന്നെ ഒരു ബാഗ്, യൂണിക്കോണിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചു. മോന് നെറൂട്ടോ വാങ്ങിച്ചു. അങ്ങനെ 4-5 ഐറ്റംസ്. അവന് ചെരുപ്പ് നോക്കിയിട്ട് അവന് ഇഷ്ടമായില്ല, മോളത് വാങ്ങിച്ചതാണ്. പിന്നെ അവൾ സ്ലൈഡും ഇതൊക്കെ നോക്കുന്നുണ്ട്, ടിക്ടാക്കൊക്കെ. അന്ന് അവൾക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരെ കൊണ്ട് കടയിൽ കയറിയാൽ എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെന്നെ അവർക്ക് ഇഷ്ടമുള്ളത് ഇങ്ങനെ എടുത്തോളൂ. ഇറങ്ങി വരില്ല. പോക്കറ്റ് കാലിയാക്കാനുള്ള ഒരു പരിപാടിയാണ്. അവർ അച്ഛനാണെങ്കിൽ എല്ലാം വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഇവിടുന്ന് വിളിക്കണ്ട. അങ്ങനെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നെറൂട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ നെറൂട്ടോൻ്റെ കാർഡ്, ഇതിന് 200 രൂപ ഉണ്ട് കേട്ടോ. നാട്ടിലേക്കാളും റേറ്റ് ഉണ്ട്, പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പേപ്പറൊന്നുമല്ല, വേറെ എന്തോ ആണ്. പിന്നെ ഇതാണ് യൂണിക്കോണിൻ്റെ ബാഗ്. പിന്നെ ഞാൻ വാങ്ങിച്ച കട്ടർ. പിന്നെ അവൾ ഒരു ഡോളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഏകദേശം ഇപ്പോൾ പാലക്കാട് ഒക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പിങ്ങും കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് തുണികൾക്കൊക്കെ വില കുറവാണ്, തൂക്കി വിൽക്കുക ചെയ്യുക അവർ. ഈ ഡെയിലി വേജസ് കേട്ടോ, നമ്മൾ വീട്ടിലിടുന്ന ടൈപ്പൊക്കെ. അല്ലാത്തതിന് റേറ്റ് ഉണ്ട്, പക്ഷേ വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഈ ഷോർട്ട്സും നൈറ്റി ഡ്രസ്സും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഇതൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾ തൂക്കി വിൽപ്പന ഉണ്ടല്ലോ, മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ മലയാളികൾ കയറാൻ വേണ്ടിയിട്ട്, മലയാളികളാണല്ലോ ഏറ്റവും കൂടുതൽ ഡ്രസ്സിൻ്റെയൊക്കെ ആളുകൾ. അപ്പോൾ അവിടെ പോയിട്ട് മോള് വലിയ ഡ്രസ്സൊക്കെ കണ്ടിട്ട് ആ നീല വേണമെന്നൊക്കെ പറഞ്ഞു. അത് വലുതാണ്. ഞങ്ങളങ്ങനെ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ, ഷോർട്ട് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടുന്ന് അത്യാവശ്യം ഒരു മക്കൾക്ക് ഡെയിലി യൂസിനുള്ളതും ഞാൻ 2 ജോഡി എടുത്തു, മോന് 2-3 എടുത്തു. പിന്നെ നല്ല ജീൻസിൻ്റെ പാൻറ്റിനൊക്കെ നല്ല ആദായം ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ 800-900 കിട്ടുന്ന 600 രൂപയ്ക്ക് ജീൻസിൻ്റെ പാൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും ക്ലോത്തുകൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കയ്യിൽ ഉണ്ടല്ലോ വലിയൊരു കവർ. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. അങ്ങനെ പിന്നെ ഈ ഒരു മലബാർ ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ ചില്ലി അതുപോലെ തന്നെ മക്കൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞപ്പോൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇവർ 2 കുട്ടികളാണല്ലോ. അപ്പോൾ ഒറ്റ ബിരിയാണി വാങ്ങിച്ചിട്ട് 2 പേർക്കും കൂടി കൊടുത്തു. ഞങ്ങൾ ഓരോ പൊറോട്ടയും ചിക്കനും വാങ്ങിച്ചു കേട്ടോ. കാരണം നൈറ്റല്ലേ, ഞങ്ങൾ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ഫുഡിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് വിശപ്പെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ തന്നെ ആ ഒരു ബിരിയാണിയൊന്നും ഫുള്ളായിട്ട് മോനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ആ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുന്നിടയിൽ ഓരോ സംസാരിച്ച് അങ്ങനെ നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ അവിടുന്ന് ഇറങ്ങുന്നതിന് മുന്നേറ്റ് മക്കൾക്ക് ഒരു ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കോൺ ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് കാറിൽ വെച്ചിട്ടാണ് അത് കഴിച്ചത്. പെട്ടെന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കാറിലെത്തി ഐസ്ക്രീമും കഴിച്ച് മത്തായി മക്കൾ കിടന്നുറങ്ങിയിട്ട്. കാരണം ഒരുപാട് ലേറ്റായിരുന്നു, ഒരു 12 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ റോഡരികിൽ കുറച്ച് വണ്ടി നിർത്തി ഒന്ന് ഒതുക്കിയിട്ടിട്ട് അവർ ജസ്റ്റ് 1.5 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം 5 മണിക്കൂർ അങ്ങോട്ടും 5 മണിക്കൂർ ഇങ്ങോട്ടും അവർ തന്നെയാണല്ലോ ഡ്രൈവ് ചെയ്ത്. അങ്ങനെ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ആസ്വദിച്ച് പോകുന്ന ഒരു യാത്രയായിരുന്നു അത്. കാരണം ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു ശിവൻ്റെ ഈ ഒരു വലിയൊരു പ്രതിരൂപം കാണണം, കോയമ്പത്തൂർ പോയിട്ട് അതൊന്ന് നേരിട്ട് കാണണം എന്നുള്ള. വീഡിയോയിലും അതുപോലെ തന്നെ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു സ്ഥലം നേരിട്ട് കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് ശിവൻ്റെ അടുത്തെത്തുമ്പോൾ ആ ഒരു തണുപ്പും കാറ്റും നമ്മൾ ചുറ്റുമുള്ളതൊന്നും അറിയാത്ത പോലെ അവിടെ പോകുമ്പോൾ അവിടുത്തെ ഒരു ഫീല് വേറെ തന്നെയാണ്. അത് അവിടെ ചെന്നിട്ട് പറയാൻ പറ്റുള്ളൂ. അതെനിക്ക് എങ്ങനെയാണ് അത് പറഞ്ഞു തരാമെന്നറിയില്ല. അപ്പോൾ കാണാത്തവരൊക്കെ പോയിട്ട് കാണുക, അടിപൊളിയാണ്. അപ്പോൾ ഇനി എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് നേരിട്ട് കാണുകയും അത് അനുഭവിച്ചറിയുകയും ചെയ്യുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല യാത്രാ വീഡിയോകളും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുമ്പോഴേക്കും ലവ് യു ഓൾ, ബൈ. അപ്പോൾ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ്, അപ്പോൾ അതുകൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ടേ. ലവ് യു ഓൾ.